5 പേര് മാത്രമല്ല, അതിനകത്ത് ADGP അജിത് കുമാർ പ്രതിയാകണമല്ലോ. അതൊരു രാഷ്ട്രീയ ഗുണ്ടായുസമാണ്. കാരണം രക്ഷാപ്രവർത്തനം അല്ല അവിടെ നടത്തിയത്. ദേഹത്തടിച്ചാലും തലക്കിട്ടടിക്കില്ല, ആൾ മരിക്കും. ആ ബോധ്യമുള്ളവരാണ് ട്രെയിനിങ് കഴിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അപ്പോൾ അവർ 307 IPC പ്രകാരം കുറ്റകരമാണ്. ഇവിടെ ഒരു DGP ഉണ്ടെങ്കിലും അദ്ദേഹം പപ്പറ്റായിട്ട് അവിടെ ഇരിക്കുന്ന പോലെയാണ് കാണുന്നത്. ജോർജ് ജോസഫ് സാറ്, നവകേരള സദസ്സിനിടെ പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിണറായി വിജയന്റെ ഗൺമാൻ അടക്കമുള്ളവർ തല്ലിച്ചതച്ച സംഭവത്തിൽ ആദ്യ പുനരന്വേഷണ റിപ്പോർട്ട് DGPക്ക് പ്രത്യേക അന്വേഷണ സംഘം കൈമാറുകയാണ്. ആദ്യം 2 പേരായിരുന്നു പ്രതികളെങ്കിൽ VD സതീശൻ സർക്കാർ പ്രഖ്യാപിച്ച SIT അന്വേഷണത്തിൽ പ്രതികളുടെ എണ്ണം 5 ആയിരിക്കുകയാണ്. 5 പേരെയും കാത്തിരിക്കുന്നത് ഗംഭീര പണിയായിരിക്കുമോ? തീർച്ചയായിട്ടും 5 പേര് മാത്രമല്ല, അതിനകത്ത് ADGP അജിത് കുമാർ പ്രതിയാകണമല്ലോ. മറ്റൊരു കാര്യം, ഒരു പെർഫങ്ചറി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ DYSP ഒരാളുണ്ട്, വിജയൻ. തെറ്റായ രീതിയിൽ കേസ് ഡയറി എഴുതി കൊടുത്തത് വിജയനാണ്, അന്വേഷിച്ചതും വിജയൻ DYSP ആണ്. അപ്പോൾ അത് കുറ്റകരമാണ്. അതുതന്നെയല്ല, ആ ലോക്കൽ പോലീസ് അന്വേഷിച്ച സ്റ്റേറ്റ്മെൻറ്റുകൾ, അന്വേഷിച്ച് രേഖപ്പെടുത്തിയ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം തിരുത്തി എഴുതി അതിൻ്റെ ഒരു പെൻഡ്രൈവ് ആ കേസ് ഡയറിയുടെ മുഴുവൻ ADGP കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അത് കൊടുത്തതിന് ശേഷം ആ കേസ് ഡയറി തിരുത്തി എഴുതി അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ മാറ്റി എഴുതി അതെല്ലാം പിന്നീട് ചെയ്തത് DYSP വിജയൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പം അതിന് ഡയറക്ഷൻ കൊടുത്ത് ADGP ആണ്. ADGPയുടെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ? പൊളിറ്റിക്കലായിട്ട് ആരെങ്കിലും ഒരു ഡയറക്ഷൻ ADGP കിട്ടിയോ? അദ്ദേഹം സ്വന്തമായിട്ടാണോ ചെയ്തത്? അതുകൊണ്ട് ആ പെർഫോമൻസറി ഇൻവെസ്റ്റിഗേഷനിലെ കഥാപാത്രങ്ങളെല്ലാവരും പ്രതിയാകണം. 5 പേര് മാത്രമല്ല, MLAയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനും അതിനെയും ലാത്തി പോലത്തെ ദണ്ട് കൊണ്ടടിച്ച 5 പേര് മാത്രമല്ല ഇതിനകത്ത് പ്രതികളായി വരുന്നത്. ആ കേസ് തെറ്റായ രീതിയിൽ അന്വേഷിച്ച DYSPയും അതിന് ഡയറക്ഷൻ കൊടുത്ത ADGPയും പ്രതിയാവും. സാർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ജീവനക്കാരുടെ ആ രക്ഷാപ്രവർത്തനം അവരുടെ തന്നെ കഴുത്തിൽ കുരുക്കായി മുറുകാൻ പോവുകയാണ് എന്നർത്ഥമല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. അവരുടെ ജോലി എന്താണ്? പൈലറ്റും എസ്കോട്ടുമായിട്ട് പോവുക, മുഖ്യമന്ത്രിക്ക് ഒരു അപകടം ഉണ്ടാകാതിരിക്കുക. അദ്ദേഹം സഞ്ചരിച്ച KSRTC എയർ കണ്ടീഷൻ്റെ ആ ബസ്സിൽ അദ്ദേഹം മന്ത്രിമാരും MLAമാരും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് മുഖ്യമന്ത്രി ആ ബസ്സിലായിരുന്നു കൊണ്ട് മുഖ്യമന്ത്രിക്ക് പൈലറ്റ് വേണം, ഒരു എസ്കോട്ട് വേണം, പിന്നെ അദ്ദേഹത്തിൻ്റെ പാരഫെർണലിയ കാറുകളെല്ലാം ഉണ്ടാവും. ഇവിടെ ആലപ്പുഴയിൽ അവിടെ മുഖ്യമന്ത്രിയുടെ വാഹനം മുന്നോട്ട് പോയ ശേഷം അതിൻ്റെ എസ്കോട്ട് ഉണ്ടായിരുന്ന 2 വാഹനം അവിടെ നിർത്തി അതിൽ നിന്ന് പത്തൽ പോയ അല്ലെ ദണ്ട് പോലെ സാധനം എടുത്തിട്ടാണ് ഒരായുധവും കയ്യിലില്ലാത്ത കറുത്ത ഫ്ലാഗ് കാണിച്ച മുദ്രാവാക്യം വിളിച്ച പ്രതിഷേധം രേഖപ്പെടുത്തിയ 2 യൂത്ത് കോൺഗ്രസ്സുകാരെ അടിക്കുന്ന ദൃശ്യം കേരള മനസാക്ഷിയെ ഞെട്ടിച്ചു. നമ്മൾ അത് സത്യമല്ല, അങ്ങനെ അടിച്ചിട്ടില്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞ ADGPയെയും അതുപോലെ തന്നെ DYSP വിജയനെ പ്രതിയാക്കിയല്ലേ പറ്റുള്ളൂ. അങ്ങനെയാണ് നിയമം പോകുന്നത്. സാർ, അവിടെ മറ്റൊരു കാര്യമുള്ളത്, ഈ Z+ കാറ്റഗറിയിലുള്ള VIP-യുടെ സുരക്ഷാ സംഘത്തിന്റെ ചുമതലയിൽപ്പെടുന്ന കാര്യങ്ങളല്ല പിണറായി വിജയന്റെ ഗൺമാനും സംഘവും ചെയ്തത് എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് ഔദ്യോഗിക ജോലി എന്നതിന്റെ ആനുകൂല്യം ലഭിക്കില്ല എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ നടത്തിയത് ശരിക്കും ഗുണ്ടായിസമാണ്. അതൊരു രാഷ്ട്രീയ ഗുണ്ടായിസമാണ്. കാരണം രക്ഷാപ്രവർത്തനം അല്ല അവിടെ നടത്തിയത്. അങ്ങനെ അന്നത്തെ മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്നൊക്കെ വീമ്പിളക്കിയായിരിക്കും. പക്ഷേ നിയമപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ നഗ്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു, നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മൾ കണ്ടു. ആ ദൃശ്യങ്ങൾ കുറ്റകരമാണ്. അത് ശരിയല്ല, അങ്ങനൊരു സംഭവം നടന്നില്ല എന്ന് കള്ളം പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ മികവുള്ള സത്യസന്ധനായ അന്വേഷണ ഉദ്യോഗസ്ഥനല്ല. അതിന് തീർച്ചയായിട്ടും അവർക്ക് നിയമപരമായ ചില വകുപ്പുകൾ അവർക്കെതിരായിട്ട് തന്നെ ഇന്ത്യൻ പീനൽ കോഡിലുണ്ട്. അതുകൊണ്ട് അവരുടെ പ്രവൃത്തികൾ 5 പേര് 323, 324, 326, 307 IPC വകുപ്പ് പ്രകാരം, അല്ലെങ്കിൽ 109, 124, 118, 115, 2 BNS. അതുകൊണ്ട് ഇത് 2023 സംഭവം ആയതുകൊണ്ട് പഴയ വകുപ്പിനകത്താണെങ്കിലാണ് ഞാൻ പറഞ്ഞത്. അറ്റംപ്റ്റ് ടു മർഡർ തലക്കിട്ടടിച്ചിട്ടുണ്ട്.
അവരെ അടി അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അറ്റംപ്റ്റ് മർഡറാണ്, കൊലപാതക ശ്രമമാണ് തലക്കിട്ടടിച്ചാലും. നമ്മൾ പാമ്പിനെ തല്ലിക്കൊല്ലുന്നത് തലക്കിട്ടല്ലേ. അപ്പോൾ തലക്കിട്ട് മുകളിലുള്ള അടി അത് തീർച്ചയായിട്ടും മരണത്തിന് വേണ്ടി തന്നെയാണ്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലെ നമ്മളാരും ആരെ തലക്കിട്ടടിക്കില്ല. ദേഹത്തടിച്ചാലും തലക്കിട്ടടിക്കില്ല, ആൾ മരിക്കും. ആ ബോധ്യമുള്ളവരാണ് ട്രെയിനിങ് കഴിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അപ്പോൾ അവർ 307 IPC പ്രകാരം കുറ്റകരമാണ്. 10 വർഷം വരെ അതിന് ശിക്ഷ മിനിമം കിട്ടും. പിന്നെ അവരുടെ എല്ലൊടിഞ്ഞിട്ടുണ്ട്. എല്ലൊടിഞ്ഞപ്പം 326 IPC വന്നു കഴിഞ്ഞു. അപ്പോൾ അതിന് 7 വർഷം വരെ ശിക്ഷ അതിനും ലഭിക്കാം. പിന്നെ വടികൊണ്ട് ദേഹം മുഴുവൻ അടിച്ച് പരിക്കേൽപ്പിച്ചത് 324, 3 വർഷം വരെ. 323 കൈകൊണ്ടു അടിച്ചിട്ടുണ്ടെങ്കിൽ 323. അതോടൊപ്പം തന്നെ ആ കേസ് അന്വേഷിച്ച DYSP, അതുപോലെ അതിന് ഡയറക്ഷൻ കൊടുത്ത ADGP ലോ ആൻഡ് ഓർഡർ, ഇവർ രണ്ടുപേരും അതിനകത്ത് പ്രതിയാകേണ്ടി വരും. കാരണം അവരുടെ ഡയറക്ഷൻ അനുസരിച്ചാണ് ആ കേസ് ഡയറി മാറ്റി എഴുതിയത്. യഥാർത്ഥത്തിൽ ആലപ്പുഴയിലെ SHO അവർ രണ്ടുപേര് അതിൻ്റെ ട്രൂ ആയിട്ടുള്ള കേസ് ഡയറി എഴുതി സാക്ഷികളെല്ലാം അതേപടി മൊഴി രേഖപ്പെടുത്തി. അതിന് ഘടകവിരുദ്ധമായി അങ്ങനൊരു സംഭവം നടന്നില്ല എന്ന് പറഞ്ഞ് ഒരു DYSP വിജയൻ, ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ജില്ലാ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെയാണ് അത് ADGPയുടെ ഇംഗിതത്തിന് അനുസരിച്ച്, ഗവൺമെൻറ്റിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് എഴുതി കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് അയാൾ പ്രതിയാവും. അയാൾ 7 വർഷം വരെ അകത്തോട്ട് പോകും. ADGP അറസ്റ്റിലേക്ക് പോരും. ഇവരെ 2 പേരും മറ്റേ 5 പേരും 7 പേരെ അറസ്റ്റ് ചെയ്യണം. കാരണം അതിനുള്ള എവിഡൻസ് ധാരാളമുണ്ട്. ആലപ്പുഴ SP ചൈത്ര തെരേസ ജോണിൻ്റെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രാഥമികമായി കൊടുത്ത ADGP അജിത് കുമാറിന് കൊടുത്ത റിപ്പോർട്ട് അവിടെ കിടപ്പുണ്ട്. അത് സപ്രസ് ചെയ്യും. അവരെ എന്നിട്ട് ആ ജില്ലയിൽ നിന്ന് മാറ്റി അവരെ സത്യസന്ധമായിട്ട് കേസ് അന്വേഷിച്ച ഒരു IPS ഉദ്യോഗസ്ഥയാണ്. അവരെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. മറ്റൊരാളെ അവിടെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം ADGP ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു DGP ഉണ്ടെങ്കിലും അദ്ദേഹം പപ്പറ്റായിട്ട് അവിടെ ഇരിക്കുന്ന പോലെയാണ് കാണുന്നത്. അദ്ദേഹത്തിനെ വിവരം അറിയിക്കാതെ അന്ന് മുഴുവൻ കൺട്രോൾ ചെയ്ത DGPയുടെ എല്ലാ അധികാരങ്ങളും ADGP ഉപയോഗിച്ചു, ദുരുപയോഗം ചെയ്തു. ഇതിനകത്ത് ADGP അജിത് കുമാറിന് സ്വന്തമായിട്ട് ചെയ്തതാണോ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്ത വെച്ച് CPMനെ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വന്തമായിട്ട് ചെയ്തതാണോ, അതോ അതിനകത്തൊരു പൊളിറ്റിക്കൽ ഡയറക്ഷൻ വന്നെങ്കിൽ ആര് കൊടുത്തു, അയാളും പ്രതിയായേ പറ്റുള്ളൂ. സാർ, ഇവിടെ പ്രതികൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ശിക്ഷയെക്കുറിച്ച് കൃത്യമായി സൂചിപ്പിച്ചു. അപ്പോൾ ഒരു ചോദ്യം ഉയരുന്നത്, ഇവരുടെ തൊപ്പി തെറിക്കുമോ? ശിക്ഷയ്ക്ക് മുമ്പ് അവരെ സസ്പെൻഡ് ചെയ്യുമല്ലോ. അപ്പം ആ കേസ് അത് ഇൻകറക്റ്റായിട്ട് ഫ്രെയിം ചെയ്ത കള്ളക്കേസാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. പ്രാഥമിക റിപ്പോർട്ട് ഷൗക്കത്ത് അലിയും സംഘവും കൊടുത്തു കഴിഞ്ഞു. അടുത്ത ഡയറക്ഷൻ ആഭ്യന്തര വകുപ്പിൽ വരും. അതനുസരിച്ച് അന്വേഷണം മുന്നോട്ട് പോകും, അറസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് അതിനകത്ത് ഇനി ഇവരെ അറസ്റ്റ് ചെയ്യാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അവരെ അറസ്റ്റ് ചെയ്താൽ അവർ റിമാൻഡിൽ പോകും. ജാമ്യം കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ്. ഹൈക്കോടതി വരെ പോയെങ്കിലേ ജാമ്യം കിട്ടുകയുള്ളൂ. കാരണം അറ്റംപ്റ്റ് മർഡറുള്ള വകുപ്പ് അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ പബ്ലിക് സർവൻ്റ് ഇൻകറക്റ്റായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനാണ് നടത്തിയത്. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് റെക്കോർഡ് ചെയ്തത്. അതെന്തായാലും 217, 218, 219 IPC പ്രകാരം ഇൻകറക്റ്റായിട്ടുള്ള പബ്ലിക് സർവൻ്റ് ഇൻകറക്റ്റായിട്ടുള്ള വിവരങ്ങൾ കേസ് ഡയറി എഴുതി തെറ്റിദ്ധരിപ്പിക്കത്ത രീതിയിൽ, കോടതിയെ തെറ്റിദ്ധരിപ്പിക്കത്ത രീതിയിൽ അത് ഇങ്ങനൊരു സംഭവമേ നടന്നില്ല, അങ്ങനൊരു ദൃശ്യമേ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് എഴുതുക. അപ്പം അത് 216, 217, 218, 219 IPC. അതുകൂടാതെ തെളിവ് നശിപ്പിച്ചിട്ടുണ്ട് അവർ. അതുകൊണ്ടാണ് അവർ കേസ് ഡയറി മാറ്റി എഴുതിച്ചത്. അത് ഒറിജിനൽ കേസ് ഡയറിയുടെ ഫോട്ടോസ്റ്റാറ്റ് ആ കേസ് അന്വേഷിച്ച SHOയും സംഘവും ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത് എഴുതിയ കേസ് ഡയറിയുടെ അതിൻ്റെയും ഫോട്ടോസ്റ്റാറ്റുകൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ വന്നിട്ടുണ്ട്. ഗുരുതരമായ ഒരു ഇൻവെസ്റ്റിഗേഷനാണ് അത് ഒരു പൊളിറ്റിക്കലായിട്ട് ഉള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ. ഭരണഘടന അനുസരിച്ച് സത്യം ചെയ്തിട്ട് മന്ത്രിമാരും MLAമാരും വരുന്നതോടെ പോലെ തന്നെയാണ് SHO മുതൽ SI മുതൽ മുകളിലോട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് അവർ ഈ ജോലി പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ഒരു പെർഫെക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ഉദ്യോഗസ്ഥരെ ആരായാലും ശരി, ADGPയും DYSPയും ഉണ്ട്, അവരെ ശിക്ഷിക്കപ്പെടണം. അതാണ് രാജ്യത്തിൻ്റെ നിയമം. സർ, ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ഈ VIP-കളുടെ സുരക്ഷ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ
യെല്ലോ ബുക്ക് ഉണ്ടല്ലോ, ആ യെല്ലോ ബുക്കിലെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘത്തിന്റെ പ്രവൃത്തി എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. VIP സംഘർഷ സ്ഥലത്ത് പെട്ടുപോയാൽ അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയാണ് ഈ സുരക്ഷാ അംഗങ്ങളുടെ ജോലി. മുഴുവൻ സമയവും VIP ഏറ്റവും അടുത്തുണ്ടാകണം എന്നതാണ് സുരക്ഷാ സംഘത്തിനുള്ള നിർദ്ദേശവും. VIP വാഹനത്തിന്റെ മുന്നിലും പിന്നിലുമായാണ് ഇവർ സഞ്ചരിക്കേണ്ടത്. VIP വാഹനം നിർത്തിയാൽ മാത്രമേ ഇവരുടെ വാഹനം നിർത്താൻ അനുവാദമുള്ളൂ. എന്നാൽ പിണറായി വിജയന്റെ വാഹനം കടന്നു പോയതിനു ശേഷമാണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ വാഹനം നിർത്തി ഇറങ്ങി പ്രതിഷേധക്കാരെ മർദ്ദിച്ചത്. ഇത്രയും സമയം അദ്ദേഹത്തിന്റെ കൂടെ സുരക്ഷാ സംഘം ഉണ്ടായിട്ട് പോലുമില്ല. അപ്പോൾ സുരക്ഷാ സംഘം ഈ നിർദ്ദേശങ്ങൾ ലംഘിച്ചത് ചട്ടലംഘനത്തിന് പുറമെ കടുത്ത സുരക്ഷാ വീഴ്ച കൂടിയല്ലേ? ചട്ടലംഘനവും സുരക്ഷാ വീഴ്ചയും കറക്റ്റാണ്, അത് ശരിയാണ്. കാരണം ഇതിനകത്ത് മുഖ്യമന്ത്രിക്ക് ആ പൈലറ്റും എസ്കോർട്ടും വാഹനം ഉണ്ട്. പക്ഷേ നമ്മൾ കാണുന്നത് പൈലറ്റിനെ കണ്ടേയില്ല. അത് ലോക്കൽ പോലീസ് അല്പം SHOമാർ ചിലപ്പം ഈ പൈലറ്റ് വാഹനത്തിന് മുന്നിൽ അവർ പോയിട്ടുണ്ടാവാം. പക്ഷേ എസ്കോർട്ട് 2 വാഹനങ്ങളുണ്ട്. ആ 2 വാഹനങ്ങൾ ഈ അടിയും പിടിയും നടത്താൻ വേണ്ടി അവിടെ നിർത്തിക്കഴിഞ്ഞപ്പം മുഖ്യമന്ത്രിയുടെ വാഹനം മുന്നോട്ട് പോയി. അദ്ദേഹത്തിന് എസ്കോർട്ടും പൈലറ്റും ഇല്ലാതെ കുറേ ദൂരം അദ്ദേഹം സഞ്ചരിച്ചിരിക്കുന്നു. അതൊരു വൻ വീഴ്ചയാണ്. ഈ ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ വന്ന അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി വിഭാഗത്തിൽ ആ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിൻ്റെ ഒപ്പം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാറിൽ അല്ലെ ബസ്സിലുണ്ടാകണം ഒരാൾ, അല്ലാതെ വേറെ പ്രത്യേക വാഹനത്തിൽ സഞ്ചരിക്കാൻ പാടില്ല. ഇതിനെ സംബന്ധിച്ച് പ്രത്യേകമായ ഒരു ലാപ്സ് അവരുടെ വന്നിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രിക്ക് Z കാറ്റഗറിയാണ്, എല്ലാ ബുക്ക് അനുസരിച്ച് Z കാറ്റഗറി പ്രൊട്ടക്ഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒപ്പം അദ്ദേഹം സഞ്ചരിക്കുന്ന വാഹനത്തിലാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ ഇരിക്കേണ്ടത്. മുഖ്യമന്ത്രിയെ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരും മാത്രമല്ല, ഇന്ത്യൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതേ രീതിയിലുള്ള Z കാറ്റഗറി പ്രൊട്ടക്ഷനാണ് കേരള മുഖ്യമന്ത്രിക്കും കൊടുത്തിരുന്നത്. പക്ഷേ അതിന് വിഘാതമായ ലാപ്സസ് ആണ് ഇവിടെ കാണുന്നത്. മുഖ്യമന്ത്രി വാഹനം മുന്നോട്ട് പോയി ഇവരെ തല്ലാനും പിടിക്കാനും കൊല്ലാനും ശ്രമിച്ച ആ നടപടിക്ക് വേണ്ടി ആ 2 വാഹനങ്ങൾ അവിടെ നിർത്തി അത് ചെയ്തിട്ടാണ് അവർ പോയത്. അത് വലിയൊരു ലാപ്സസ് ആണ്, വലിയ വീഴ്ചയാണ്.